ഹലോ, ദിസ് ഈസ് Stjvlogs. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് ലൈറ്റനിങ്, സ്കിൻ ലൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ. നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ കയ്യിലെ സണ്ടാനുള്ളിടത്ത് ഒക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ ഈ ഒരു ഫേസ് ലൈറ്റനിങ് ക്രീം. അപ്പം നമ്മളിത് ഫേസ് ലൈറ്റനിങ് ക്രീം അല്ല, ഫേസ് ലൈറ്റനിങ് പാക്ക്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ല. മിനിമം ഒരു 10 ദിവസം, ഏറ്റവും കുറഞ്ഞൊരു 7 ദിവസമെങ്കിലും നിങ്ങളിത് ഫേസിലിട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് ചുമ്മാ വലിച്ചു വാരി ഇട്ടാൽ പോലെ ഇതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാനിവിടെ കുറച്ച് നമ്മുടെ കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിയാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചുണ്ടാക്കിയ മഞ്ഞളാണ് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ചില സ്കിന്നുകാർക്ക് മഞ്ഞൾപ്പൊടി അങ്ങനെ പറ്റൂല. അപ്പം അങ്ങനെയുള്ളവർ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യുക. എന്നാലും മാക്സിമം ഇതും കൂടെ ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇരട്ടി മധുരമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇരട്ടി മധുരം എന്ന് പറയുന്നത് സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ വേര് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പൗഡർ മേടിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങാടി കടകളിലൊക്കെ പോയി ചോദിച്ചാൽ ഇരട്ടി മധുരം കിട്ടും, അവിടെ നിന്ന് മേടിക്കുക. അപ്പം നമുക്കറിയാലോ, ഈ ഒരു ഏജ്ഡ് ആകുമ്പം നമ്മുടെ നെറ്റിയുടെ അവിടെ, കവിളിൻ്റെ അവിടെയൊക്കെ ചിലർക്ക് കരിമംഗലം പോലെ ഇങ്ങനെ വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇരട്ടിമധുരം പാക്ക്, ഈ ഒരു പാക്ക് നിങ്ങൾ 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇത് നന്നായിട്ട് ഇരട്ടിമധുരം എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും, ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടണത്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൈരാണ്. അപ്പം തൈര് ഒരു 1.5 ടീസ്പൂണോളം തൈരും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ തൈര് അപ്ലൈ ചെയ്താൽ ഫേസിൽ കുരുക്കൾ അല്ലെങ്കിൽ അലർജി ആയിട്ടുള്ളവർക്ക് തൈരിന് പകരം റോസ് വാട്ടറും അതുപോലെ തന്നെ നാരങ്ങാ നീരും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി ഫൈനലി ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ മുൾട്ടാണി മിട്ടി ആരെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫേസിൽ ഓയിലുള്ളവർ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫേസിൽ നമ്മുടെ കറ്റാർവാഴ ജെല്ലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. ആ ഒരു വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തു ഇടാനായിട്ട്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. ഈ കറ്റാർവാഴ ജെല്ല് പ്ലസ് ഈ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. കാരണം ഈ പഞ്ചസാരയ്ക്ക് നമ്മുടെ സ്കിന്നിലെ, അതായത് നമ്മുടെ ഫേസിലെ പോഴ്സിനകത്തൊക്കെയുള്ള ഡേർട്ടിനെയൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ അലോവേറ ജെല്ല് പ്ലസ് പഞ്ചസാര കോമ്പിനേഷൻ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇതത് സ്റ്റിക്കി ടൈപ്പാണ്. അപ്പം നമ്മൾ ഫേസ് ഫുള്ള് ഇത് വെച്ചിന്ന് മസാജ് ചെയ്യുമ്പം ഡേർട്ടൊക്കെ നമ്മുടെ അങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പം പഞ്ചസാര തരി ഞാൻ പൊടിപ്പിച്ച് യൂസ് ചെയ്യാൻ കാരണം, ചിലപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസൊക്കെ മുറിയാനോ അല്ലെങ്കിൽ ഇങ്ങനെ പഞ്ചസാര ഇച്ചിരി കൂടെ വലിയ തരികളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് ഇട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണേ. എന്നിട്ട് ഞാനിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി നമ്മൾ സ്റ്റീമിങ് ചെയ്യുകയാണ്. അതായത് എന്തെങ്കിലും ഒരു തുണി, കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് നിങ്ങൾ ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ചൂട് വെച്ച് കൊടുക്കണം. അതെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആകാനാണ്. എന്നിട്ട് പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പം സ്കിന്ന് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും.
ഇനി ഫൈനലി നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഫേസ് ഫുള്ള് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം അപ്വേർഡ് മോഷനിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അപ്വേർഡ് മോഷനിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലും. അതാണ് അപ്വേർഡ് മോഷനിൽ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറയണത്. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്തു. ഞാൻ എൻ്റെ ഇടത് കൈയിലും കൂടെ ഒന്ന് ഇത് അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. കാരണം നമുക്ക് ആ സ്കിൻ ലൈറ്റനിങ് ഒന്ന് മനസ്സിലാകാനായിട്ടാണ്, എന്തുമാത്രം ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയെന്നൊന്ന് അറിയാനായിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ഈ പായ്ക്ക് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ പുറമെ ഒന്നും കൂടെ നനച്ച് കൊടുക്കുകയാണ്. ഈ പായ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെയും പായ്ക്ക് ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ സ്കിന്ന് ഇതെല്ലാം വലിച്ചെടുക്കത്തില്ല. സ്കിന്നെല്ലാം പതിയെ പതിയെ സ്കിന്നിലേക്ക് വലിച്ചെടുക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പം ഇത് വാഷ് ചെയ്ത് കളയുവാണ്. നമ്മൾ രണ്ടാമത് ഇട്ട പായ്ക്കും നന്നായിട്ട് ഡ്രൈ ഒക്കെ ആയി. അപ്പം ഞാൻ നിങ്ങളെ ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു ലൈറ്റനിങ് എഫക്റ്റ് കാണിക്കാനായിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഇതിങ്ങനെ വാഷ് ചെയ്ത് കളയുന്നത് കേട്ടോ. ഇതത്ര കംഫോർട്ടല്ല, എന്നാലും നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ചെറിയൊരു മാറ്റമുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു ലൈറ്റനിങ് എഫക്റ്റ് നമുക്ക് ഫേസിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കയ്യിലേയും കൂടെ റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിരുന്ന ഇടത് കൈ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു. അത് നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പം ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നില്ലേ? ഇതിലായിട്ടാണോ എന്നറിയത്തില്ല, എനിക്ക് പക്ഷേ നേരിട്ട് നോക്കിയപ്പോൾ നല്ല മാറ്റം, അതായത് ഇടത് കൈ കുറച്ച് ലൈറ്റനിങ് ആയതുപോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ വലത് കൈയിൽ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇടത് കൈയിൽ ചെറിയൊരു ലൈറ്റനിങ് എഫക്റ്റ് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എന്തായാലും അങ്ങനെ തോന്നി. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പായ്ക്ക്. അപ്പം നിങ്ങൾ ഇത് 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടു കാണും. ഒരു ചെറിയൊരു ലൈറ്റനിങ് എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? പക്ഷെ ഫേസിൽ നമ്മൾ ഇട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു കൈയിൽ മാത്രം ഇട്ട് കാണിച്ചത്. അപ്പം രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇച്ചിരി ഒരു സ്കിൻ ലൈറ്റനിങ് ചെയ്തെന്നൊക്കെ. ഇപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഇതാണ് റിസൾട്ട് എങ്കിൽ നമ്മളൊരു 10 days ഒക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ, ഉറപ്പാണ്. അപ്പം മിനിമം 7 day എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ചിലരുണ്ട് ഒരു ദിവസം ചെയ്യും, പിന്നെ 2 ദിവസം ചെയ്യത്തില്ല, പിന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഇപ്പൊ സ്കിൻ ലൈറ്റനിങ്ങിന്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ സ്കിൻ ലൈറ്റനിങ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ നിങ്ങൾ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് അന്നേരം തന്നെ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുക. കുറച്ച് സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡിഷ് കളറൊക്കെ ആയിപ്പോവും. അഴുക്കായി പോകുന്നതാണോ എന്നറിയത്തില്ല, അതിൻ്റെ ഒരു കറ എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ ആയിപ്പോകുന്നതാണ്. അപ്പം പൊട്ടറ്റോ ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിൻ്റെ നീരെടുത്ത് ജ്യൂസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തത് ഇരട്ടി മധുരമാണ് കേട്ടോ. ഇരട്ടി മധുരം സ്കിൻ ലൈറ്റനിങ് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി ആയുർവേദിക് പൗഡറാണ്. അപ്പം എനിക്കൊന്ന് ഇരട്ടി മധുരത്തിൻ്റെ വേര് ഇപ്പം മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ വേര് മേടിച്ച് പൊടിപ്പിച്ചാണേലും എടുക്കുക. അപ്പം മടിച്ചുകളൊക്കെ ആണെങ്കിൽ എന്നെപ്പോലെ പൊടി മേടിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളെടുത്തത് കേർഡാണ്. അപ്പം ഓയിലി സ്കിന്നുകാരാണ്, കേർഡ് പറ്റൂല, അല്ലെ പിമ്പിൾസ് ഒക്കെ വരും, അങ്ങനെയുള്ളവരാണെങ്കിൽ അതിന് പകരം റോസ് വാട്ടർ മിക്സ് ചെയ്യുക കേട്ടോ. റോസ് വാട്ടർ കൊള്ളാം. പിന്നെ ലെമൺ ജ്യൂസ് ഇതിനകത്ത് മിക്സ് ചെയ്യാം. എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് മുൾട്ടാണി മിട്ടി. ഇപ്പം ഭയങ്കര ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മുൾട്ടാണി മിട്ടി വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം മുൾട്ടാണി മിട്ടിയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എപ്പോഴും ഈ 7 day ആണെങ്കിൽ അല്ലെ 10 days ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ നൈറ്റ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, കാരണം പകലും നമ്മൾ വെയിലൊക്കെ അടിക്കും, ചൂടൊക്കെ കൊള്ളും, ആകെ അലമ്പാവും. അപ്പം നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തില്ലേ, ആദ്യം അതാണ് ചെയ്യേണ്ടത് കേട്ടോ, അത് മറക്കരുത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോഴ്സിനകത്തൊക്കെ പോഴ്സിനുള്ളിലൊക്കെ ഉള്ള എന്തെങ്കിലും ഡേർട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതിനെയും കൂടെ കളയാനായിട്ട് ഈ ഒരു ജെല്ല് മീൻസ് കറ്റാർവാഴ ജെല്ല് പ്ലസ് പഞ്ചസാര കോമ്പിനേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.